ഫാഷനൊക്കെ കൊള്ളാം. ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇക്കാലത്ത് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നവരിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല അല്ലേ. എന്നാൽ മുടിയെ സ്നേഹിക്കുന്നവർ അടിക്കടി ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത് നന്നല്ല കേട്ടോ. ആരോഗ്യമുള്ള മുടിയെ ഭാവിയിൽ ദുർബലമാക്കാൻ ഈ ഒറ്റ കാര്യം മാത്രം മതി കേട്ടോ. മെയിനായിട്ട് 5 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹെയർ സ്ട്രെയിറ്റനിങ് അരുതെന്ന് പറയുന്നത്. സ്ഥിരമായി സ്ട്രെയിറ്റനിങ് മുടിയെ വരൾച്ചയ്ക്ക് കാരണമാകുമ്പോൾ അവ പിളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ഥിരമായി ചൂട് പ്രയോഗിച്ച സ്വാഭാവികമായ ഘടന നഷ്ടപ്പെട്ട് മുടി മങ്ങലേറ്റതുപോലെ ആവുകയും ചെയ്യുവേ. അതുപോലെ തന്നെ പ്രകൃതിദത്തമല്ലാത്ത ചൂട് മൂലം മുടിയുടെ ബലം കുറയും, മുടി പൊട്ടിപ്പോകാനും കൊഴിയാനും ഇടയാക്കുകയെ. സ്ഥിരമായി സ്ട്രെയിറ്റനിങ്ങിന് ചൂട് കൊടുക്കുന്നത് കൊണ്ട് ശിരോചർമ്മത്തിലെ എണ്ണയെ അത് നീക്കം ചെയ്യുവേ. ശിരോചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ ഈ എണ്ണ, അതായത് നേരത്തെ പറഞ്ഞ എണ്ണ നഷ്ടമായാൽ തല ചൊറിയാനുള്ള കാരണമാവുകയെ. അതുപോലെ തന്നെ മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനെല്ലാം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.